നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്നലെ ഡൽഹി തോൽക്കുമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് കളി ജയിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സമീർ റിസ്വി എന്ന യുവതാരമാണ്. റിസ്വി 47 പന്തിൽ 70 റണ്ണാണ് പുറത്താകാതെ നേടിയത്. ഒപ്പം ദക്ഷിണാഫ്രിക്കയുടെ ട്രിസ്റ്റൻ സ്റ്റൈപ്സിനെ മറക്കുന്നില്ല. 39 റണ്ണുമായിട്ട് പുറത്താകാതെ നിന്നു. റിസ്വിക്ക് എങ്ങനെയാണോ പിന്തുണ കൊടുക്കേണ്ടത്, അതായത് റൊട്ടേറ്റ് ചെയ്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് സിംഗിൾ എടുത്ത് എങ്ങനെയാണോ ഒരു സീനിയർ താരം കളിക്കേണ്ടത് അതുപോലെ കളിച്ചു. സ്റ്റെപ്സിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നല്ല പരിചയമുള്ളതുകൊണ്ട് സ്റ്റെപ്സിന് ഒരു സാഹചര്യം അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നന്നായി അറിയുന്നത് കൊണ്ട് അദ്ദേഹം ഒരു ഈഗോയും ഇല്ലാതെ റിസ്വിക്ക്, യുവതാരമായ റിസ്വിക്ക് തീരെ പരിചയക്കുറവുള്ള, അങ്ങനെ തന്നെ പറയണം, സമീർ റിസ്വിക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. റിസ്വി ആഞ്ഞടിച്ചു. 47 പന്തിൽ 70 റണ്ണടിച്ചു. 143 റണ്ണിൻ്റെ വിജയലക്ഷ്യം കൈവരിച്ചു. നോക്കൂ, ആദ്യത്തെ 5 ഓവറിൽ 26 റൺ എടുക്കുമ്പോഴേക്കും 4 വിക്കറ്റാണ് ഡൽഹിക്ക് പോയിരുന്നത്. 4 വിക്കറ്റ് ആദ്യത്തെ 5 ഓവറിൽ തന്നെ 4 വിക്കറ്റാണ് നഷ്ടമായത്. 4 വിക്കറ്റ് പറഞ്ഞാൽ ടോപ്പ് ഓർഡർ കംപ്ലീറ്റ് എല്ലാവരും പോയി. നേരത്തെ 142 റണ്ണിൽ അവർ ഒതുക്കിയപ്പോൾ തന്നെ LSTയെ, ലക്നൗ സൂപ്പർ ജയൻസിനെ ഒതുക്കിയപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ എളുപ്പം ഡൽഹി ജയിക്കുമെന്നാണ് നമ്മളെല്ലാം കരുതിയത്. അന്ന് ഡൽഹി അങ്ങനെ ഒതുക്കുന്നതിൽ ലുങ്കി എൻഗിഡിയും നമ്മുടെ സ്വന്തം നടരാജൻ ഇടക്കാലത്ത് പരിക്കൊക്കെ കാരണം വലിയ പ്രശ്നങ്ങളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് ഗംഭീരമായിട്ടാണ് ബോൾ ചെയ്യുന്നത്, പണ്ടത്തെ പോലെ തന്നെ. ഇടക്കാലത്ത് ഇന്ത്യക്ക് വേണ്ടി എല്ലാ ഫോർമാറ്റിലും അരങ്ങേറിയ ഒരാളാണ് നടരാജൻ. പിന്നെ കുറച്ചു കാലമായിട്ട് 1-2 വർഷമായിട്ട് തീരെ കേൾക്കാനില്ലായിരുന്നു നടരാജനെ കുറിച്ച്. IPL വരുമ്പോൾ എപ്പോഴെങ്കിലും കാണാം എന്നുള്ളതല്ലാതെ. ഇന്നലെ എൻഗിഡിയും നടരാജനും ഒരുപോലെ ഗംഭീരമായി പന്തെറിഞ്ഞിട്ടാണ് 142 റണ്ണിന് ഋഷഭ് പന്തിൻ്റെ ലക്നോയെ ഒതുക്കിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഡൽഹി ഈസി ആയിട്ട് ജയിക്കും. ഇല്ല, കാരണം നമ്മുടെ ഇന്ത്യയുടെ മുൻ പേസ് ബൗളർ മുഹമ്മദ് ഷമിയൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കുമോ? ഇല്ല. മുഹമ്മദ് ഷമിയും പ്രിൻസ് യാദവ് എല്ലാവരും കൂടി ചേർന്ന് 4 വിക്കറ്റ് അങ്ങ് വീഴ്ത്തി ആദ്യത്തെ 5 ഓവറിൽ തന്നെ. ഡൽഹി ശരിക്കും പെട്ടു എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ജയിക്കുന്നത് വരെ, 143 റൺ എടുക്കുന്നത് വരെ പിന്നെ ഒരു വിക്കറ്റും വീഴ്ത്താൻ കഴിഞ്ഞില്ല. ഗംഭീരമായിട്ടാണ് ഡൽഹി തിരിച്ചടിച്ചത്, സമീർ റിസ്വിയിലൂടെയും ട്രിസ്റ്റൻ സ്റ്റെപ്സിലൂടെയും. അങ്ങനെ വലിയ പ്രതീക്ഷയിലായിരുന്നു. 4 വിക്കറ്റൊക്കെ ആദ്യത്തെ 5 ഓവറിൽ വീഴ്ത്തി കഴിഞ്ഞാൽ ആ ടീം 99% വിജയിക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ അത് നടന്നില്ല. ലക്നൗ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ ആ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് സമീർ റിസ്വിയും ട്രിസ്റ്റൻ സ്റ്റെപ്സും കൂടി ചേർന്ന് സെഞ്ചുറി കൂട്ടുകെട്ടിൽ കളി ജയിപ്പിച്ചു. അത് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ് രണ്ടുപേരും കളിച്ചത്. സ്റ്റെപ്സ് വളരെ പാകതയോടെ സിംഗിളും ഡബിളും വല്ലപ്പോഴും ഒരു ബൗണ്ടറിയും ഒക്കെ അടിച്ച് ഇങ്ങനെ നിന്നു കൊടുത്തു റിസ്വിക്ക്. റിസ്വി ആണെങ്കിൽ അടിച്ച് തകർക്കുകയും ചെയ്തു. എന്തായാലും 10-17 ഓവറിനുള്ളിൽ കാര്യം തീർത്തു ഡൽഹി. ഡൽഹിക്ക് അധികം 3 ഓവറിൻ്റെ ബാക്കിയാണ്. 18 സംതിങ് പന്തുകൾ ബാക്കിയുണ്ട്. അത് വലിയ നെറ്റ് റൺ റേറ്റാണ് ഡൽഹിക്ക് കൊടുക്കുക. അപ്പം എന്തായാലും LSTയുടെ തീരെ ദയനീയമായി പോയി. പക്ഷെ അവർ ഫൈറ്റ് ചെയ്തു, അത് പറയാതെ പോയി. ആദ്യത്തെ 5 ഓവറിൽ 4 വിക്കറ്റ് വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല. പക്ഷേ റിസ്വി എന്ന യുവതാരത്തിന് മുന്നിൽ അവർ തോറ്റുപോയി. റിസ്വി മാത്രമല്ല, സ്റ്റെപ്സും ഈക്വൽ പ്രാധാന്യം, തുല്യമായ പ്രാധാന്യം സ്റ്റെപ്സിനും ഉണ്ട്. സ്റ്റെപ്സ് അങ്ങനെ ഒരു ഇന്നിങ്സ് കളിച്ചില്ലായിരുന്നെങ്കിൽ റിസ്വിക്ക് ഇങ്ങനെ ഒരു ഇന്നിങ്സ് കളിക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അപ്പോൾ സ്റ്റെപ്സിൻ്റെ വളരെ പ്രാധാന്യമുള്ള ഇന്നിങ്സ് ആയിരുന്നു, വളരെ രസമുള്ള ഇന്നിങ്സ് ആയിരുന്നു. എന്തായാലും തുടർച്ചയായി 2ാമത്തെ ദിവസമാണ് ബാറ്റും ബോളും തമ്മിൽ കൃത്യമായ തുല്യതയിൽ, കൃത്യം അളവിൽ ഏറ്റുമുട്ടൽ നടന്നത്. ആദ്യത്തെ 4 കളിയും ബാറ്റർമാരുടെ ഏകാധിപത്യമായിരുന്നു, ബാറ്റർമാർ അടിച്ച് തകർക്കുമായിരുന്നു. പക്ഷേ പിന്നീട് വന്ന 2 കളിയിൽ, അതായത് പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ കഴിഞ്ഞ ദിവസം, അതും കൂപ്പറിനെ പോലെ, കൊണോലി കൂപ്പറിനെ പോലെ ഒരു യുവതാരം, അത് പക്ഷേ വിദേശ താരമാണ്. സമീർ റിസ്വി ഇന്ത്യൻ താരമാണ്. ആ വ്യത്യാസമുണ്ട്. കൂപ്പറും ഇതേപോലെയാണ് 72 റണ്ണ് നോട്ട് ഔട്ട് അടിച്ചത്. റിസ്വിയും ഇതേപോലെ തന്നെ 70 റണ്ണടിച്ച് സ്വന്തം ടീമിനെ ജയിപ്പിച്ചു. 2 കളിയിലും, ഇപ്പോൾ കഴിഞ്ഞ 2 കളിയിലും കൃത്യമായി ബാറ്റും ബോളും തമ്മിൽ ഏറ്റുമുട്ടി.
കൃത്യം അനുപാതത്തിൽ ഏറ്റുമുട്ടി. ബൗളർമാർക്ക് നല്ല സാധ്യതയുള്ള പിച്ചുകളായിരുന്നു കഴിഞ്ഞ 2 കളിയും. ആദ്യത്തെ 4 കളി ബാറ്റർമാരുടെ അഴിഞ്ഞാട്ടായിരുന്നു. പക്ഷേ ഈ 2 കളിയായിട്ട് യഥാർത്ഥ ക്രിക്കറ്റിൻ്റെ ഒരു രസവും ഭംഗിയും പിന്നെ ആശങ്കയും ആകാംക്ഷയും ഒക്കെ കാണിച്ചു തന്ന കളിയാണ് ഈ 2 കളിയും ഉണ്ടായത്. സമീർ റിസ്വിയെ ഈ IPL നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമീർ റിസ്വിയെയാണ്. സമീർ റിസ്വി അയാളുടെ ആ ധൈര്യം, ആ സാഹചര്യത്തിൽ അങ്ങനെ അടിച്ച് കളിക്കാൻ 4 വിക്കറ്റ് ആദ്യത്തെ 5 ഓവറിൽ 26 റണ്ണിനുള്ളിൽ പോയി 143 റണ്ണിൻ്റെ വിജയലക്ഷ്യം. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ധൈര്യത്തോടെ അടിച്ച് കളിക്കാനുള്ള സമീർ റിസ്വിയുടെ ആ ഒരു ഡയറിങ് ആണ് റിസ്വി. അതാണ് അയാളെ വേറിട്ടുള്ളതാക്കുന്നത്. ഗംഭീരമായി കളിക്കാൻ കഴിവുള്ള സമീർ റിസ്വി തീർച്ചയായിട്ടും ഇത്തവണ ഈ IPLൽ ഇന്ത്യൻ താരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ബാറ്ററാണ്. അയാളായിരിക്കും ഇനി പോകും ദിവസങ്ങളിൽ നമ്മുടെ പല മാധ്യമങ്ങളുടെയും തലക്കെട്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സമീർ റിസ്വി, ട്രിസ്റ്റൻ സ്റ്റബ്സ്, ഹാറ്റ്സ് ഓഫ് ടു ബോത്ത് ഓഫ് ദം. 2 പേർക്കും ഗംഭീരമായി കളിച്ചു. അങ്ങനെ ഡൽഹിയെ ഇങ്ങനെയാണ് കളി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കളി ജയിക്കുന്നതിലല്ല, എല്ലാ പ്രതിസന്ധികളിലും തല ഉയർത്തി നിന്ന് അതിനെ മറികടന്ന് കളി ജയിക്കുമ്പോഴാണ് അതിനൊരു അന്തസ്സ്. അത് ഇന്നലെ ഡൽഹി കാണിച്ചു. ഗംഭീരമായി സമീർ റിസ്വി, ഗംഭീരമായി ട്രിസ്റ്റൻ സ്റ്റബ്സ്.